മദേഴ്സ് ഡേ സ്പെഷ്യൽ സേമിയ പായസമാണ്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സേമിയ വറക്കണം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് സേമിയ ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മീഡിയം തീയിൽ ഇട്ട് കൊടുക്കാം. ഏത് പ്രായക്കാർക്കും ഇഷ്ടമുള്ള ഒരു പായസമാണ് സേമിയ പായസം. ഇന്ന് മദേഴ്സ് ഡേ പ്രമാണിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡോണ കിച്ചൺ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് സേമിയ പായസം. ഇതൊന്ന് ബ്രൗൺ കളർ ആകണം. ഇത് ഒരുപാട് കൂട്ടിയിടിച്ച് ചെയ്യരുത്. അങ്ങനെ സേമിയയുടെ കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ നിറമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സേമിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എൻ്റെ കയ്യുടെ 2 പിടി ചവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കണം. സേമിയയ്ക്ക് ഇതുപോലെ ചവ്വരി ഇടുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് വേണ്ട, കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ സേമിയ വളരെ തിക്കായി പോവും. ചുള്ളവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ട് മീഡിയം തീയിൽ 1 വിസിൽ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സേമിയ പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു. തീ ഓണാക്കി ഇനി ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ നമ്മൾ ഇടുവാണ്. പാലിൻ്റെ കൂടെ ഒപ്പം തന്നെ പഞ്ചസാര ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലുള്ള സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പാത്രം എപ്പോഴും നല്ല ക്ലീൻ ആകാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. നാരങ്ങയുടെ അംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോപ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പാല് തന്നെ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും പാല് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇത് അടുക്കി പിടിക്കരുത്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത സേമിയ ഇട്ട് കൊടുക്കണം. കുറച്ചൊന്ന് നമ്മൾ ഇതൊന്ന് പറ്റിച്ചെടുക്കണം. ഒത്തിരി പറ്റിക്കുന്നില്ല. ഞാൻ കുറച്ച് എമൗണ്ടാണ് ഉണ്ടാക്കാമെന്നുള്ളത്. പാല് തിളച്ചിട്ടുണ്ട്. നീ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം തീയിൽ ഇട്ടാൽ മതി. കാരണം ഒത്തിരി ഹൈ ഫ്ലെയിം ഇടരുത്. പാലൊന്ന് കുറുകുന്ന ഒരു സമയമുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്നാകും. കാരണം സേമിയ പെട്ടെന്ന് വേവും. കാരണം ചവ്വരി നമ്മൾ വെന്തിട്ടുണ്ട്. ചവ്വരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ സേമിയ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസം തന്നെയാണ് സേമിയ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പായസം തന്നെയാണ്. ഇവിടെ ഞാൻ മേടിക്കുന്ന പാലിന് നല്ല കട്ടിയുണ്ട് പാലാണ്. അതാണ് ഞാൻ ഇച്ചിരി കൂടെ വെള്ളം കൂട്ടി ചേർത്തത്. ഇപ്പം കുറച്ച് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് വറുത്ത സേമിയ ഇട്ട് കൊടുക്കുവാണ്. സേമിയ ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മധുരം അവരുടെ ആവശ്യത്തിന് ഇടുക. ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണ്. ചിലർക്ക് ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ പായസം എന്ന് പറയുന്നത് മധുരം കുറച്ച് മുൻപോട്ട് നിൽക്കും. സേമിയ ഇപ്പം പകുതി വേവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചവ്വരി ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ. ഇത് ഇരുന്ന് കഴിയുമ്പോഴും കുറച്ചുകൂടെ തിക്കാകും. ഇപ്പോൾ അതിന് മുമ്പ് തന്നെ സേമിയ വെന്ത സമയം കൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യണം. കാരണം ഇരുന്ന് കഴിയുമ്പം പിന്നെ നല്ല കട്ടിയായിപ്പോവും. സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടി ചേർക്കുവാണ്. 3-4 ഏലക്കയാണ് ഇട്ടിരിക്കുന്നത്. ഏലക്ക നിങ്ങൾക്ക് അല്ലാതെ മിക്സിയിലിട്ട് അടിക്കാതെ ചേർക്കാറുണ്ട്. അത് അവരവരുടെ ഇഷ്ടം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കാഷ്നട്ട് നട്ട്സും ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രുചികരമായിട്ടുള്ള എൻ്റെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ മദേഴ്സ് ഡേയുടെ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും നല്ലൊരു ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ എസ്പെഷ്യലി എൻ്റെ 2 അമ്മമാർക്കും, ഒന്ന് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും എൻ്റെ സ്വന്തം അമ്മയ്ക്കും ആയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
അപ്പം വീണ്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.